ഷിനോജ, കോട്ടയത്ത് മഴ എങ്ങനെയുണ്ട്? തോർന്നു നിൽക്കുകയായിരുന്നു രാവിലെ, ഇപ്പോഴും അങ്ങനെ തന്നെ തുടരുന്നു. മാത്രമല്ല ഈ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുകയും കുറച്ചധികം പ്രദേശവാസികളെ അവിടെ നിന്ന് മാറ്റി താമസിപ്പിക്കുകയും ചെയ്തിരുന്നല്ലോ. വിശദാംശങ്ങൾ എന്താണ് ഷിനോജ്? മോത്തി, കോട്ടയത്ത് മഴയ്ക്ക് ശമനമുണ്ട്. കാരണം ഇന്നലെ രാത്രി ഉണ്ടായിരുന്ന ആ ഒരു അതിതീവ്ര മഴയൊന്നും തന്നെ നിലവിൽ ഇപ്പോൾ പെയ്യുന്നില്ല. ചെറിയ രീതിയിലുള്ള ചാറ്റൽ മഴ മാത്രമാണ് പെയ്യുന്നത് പറയുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പുതുപ്പള്ളി മീനടം പഞ്ചായത്തുകളുടെ ബോർഡറായ ഞണ്ടുകുളം പാലത്തിലാണ്. ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ പാലം പൂർണ്ണമായും കരകവിഞ്ഞ് ഒഴുകുകയാണ്. നിലവിൽ ഈ ആറ് ചെന്ന് ചേരുന്നതെന്ന് പറഞ്ഞാൽ മീനച്ചിലാറിലാണ്. തുടർന്ന് എന്തായാലും ഈ ഒരു കാർ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. നമുക്ക് മനസ്സിലാക്കുന്ന അനുസരിച്ചാണെങ്കിൽ രാവിലെ 5 മണിക്കാണ് ഈ കാർ ഈ വെള്ളത്തിൽ കുടുങ്ങുന്നത്. രാവിലെ ഒരു കുറ്റിക്കൽ സമീപമുള്ള ഒരു വൈദികൻ തൻ്റെ മകളെ റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് തിരികെ വരുന്ന സമയത്താണ് ഇത്തരത്തിൽ കാറിൽ ഇവിടെ വെച്ച് കുടുങ്ങിപ്പോകുന്നത്. തുടർന്ന് നാട്ടുകാരൊക്കെ ചേർന്നാണ് അയാളെ രക്ഷപ്പെടുത്തി മറ്റിടത്തേക്ക് മാറ്റുകയായിരുന്നു. എന്തായാലും ഇത്തരത്തിലുള്ള മഴക്കെടുതികളാണ് ഇപ്പോൾ പൂർണ്ണമായും കോട്ടയത്തെ സംബന്ധിച്ച് കൂടുതൽ ആശങ്കയായി മാറിയിരിക്കുന്നത്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട താഴ്ന്ന ഇടങ്ങൾ, പ്രത്യേകിച്ച് ചെറിയൊരു മഴ പെയ്യുന്ന സമയത്ത് തന്നെ വലിയ രീതിയിൽ മഴ പെയ്യുന്ന, അതായത് വെള്ളം കയറുന്ന പ്രദേശങ്ങൾ, അവിടെയൊക്കെ തന്നെ വലിയ രീതിയിലുള്ള വെള്ളം കയറി തുടങ്ങിയിട്ടുമുണ്ട്. എന്തായാലും ഈ നാട്ടുകാർ കൂടി നമുക്കിപ്പോൾ ചേരുന്നുണ്ട്. സാധാരണ വെള്ളം കയറുന്ന പ്രദേശമാണ്. സ്ഥിരമായിട്ട് ഇവിടെ വെള്ളം കയറാറുള്ള, എല്ലാ വർഷവും വെള്ളം പോകുന്ന സമയത്ത് 2-3 പ്രാവശ്യമൊക്കെ വെള്ളം കയറാറുള്ളതാണ്. ഇന്നലെ പിന്നെ പെട്ടെന്ന് കുറച്ച് പോലും വെള്ളം ഇല്ലായിരുന്നു. അപ്പോൾ മഴ പെയ്ത് വളരെ പെട്ടെന്ന് തന്നെ വെള്ളം കയറിയതായിരുന്നു. രാത്രിയോടുകൂടി വെള്ളം ഇതിൽ കൂടുതലുണ്ടായിരുന്നു. ഇപ്പോൾ കുറഞ്ഞു വന്നു വെള്ളം. ഈ തൊട്ടടുത്ത വീടുകളിലൊക്കെ വെള്ളം കയറിയതായിരുന്നു. രാവിലെ ആയപ്പോൾ വെള്ളം കുറഞ്ഞു വരികയാണ്. ഇപ്പോൾ ഈ കാർ എങ്ങനെയാ? കാറ് വന്നത് വെളുപ്പിനെ പാമ്പാടി കുറ്റിക്കൽ സ്വദേശിയായിട്ടൊരു വൈദികൻ എൻ്റെ മക്കളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലാക്കിയിട്ട് തിരിച്ചു വന്ന വഴിക്ക് അതിൽ വെള്ളത്തിലാകപ്പെട്ടു പോവുകയായിരുന്നു. ആ സമയത്ത് ആരും ഇല്ലായിരുന്നു. അച്ഛൻ അതിൽ തന്നെ ഇരുന്നു. അച്ഛൻ പോലീസിലൊക്കെ വിളിച്ചു. അത് കഴിഞ്ഞ് ആളുകളൊക്കെ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേനാണ് വന്ന് കണ്ട് അച്ഛനെ പുറത്തിറക്കി ആ വീട്ടിലേക്ക് മാറ്റിയത്. വെള്ളം കയറിയിട്ടുണ്ട് വീടുകൾ? അങ്ങനെ ഇവിടെ ഈ പരിസരത്തൊക്കെ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. പക്ഷെ അവിടേക്കൊക്കെ ഇപ്പം വണ്ടികളൊന്നും പോകുന്ന കണ്ടീഷനിലല്ല. നേരത്തെ തന്നെ മാറ്റി. എന്തായാലും പ്രത്യേകിച്ച് ഇത്തരത്തിൽ മഴ ശക്തമാകുന്ന സമയത്ത് തന്നെ രാവിലെ തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്ന് കാര്യക്ഷമമായ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ നെടുക്കുന്ന ഭാഗത്തെ 10 കുടുംബങ്ങളെ രാവിലെയോട് തന്നെ, അതായത് ഉച്ചയോടുകൂടി തന്നെ അവിടെ നിന്ന് മാറ്റി പാർപ്പിച്ചു. പാമ്പാടിയിലുള്ള പ്രധാനപ്പെട്ട 2-3 കുടുംബങ്ങളെയൊക്കെ മാറ്റി പാർപ്പിച്ചു. അത്തരത്തിൽ പെട്ടെന്ന് തന്നെ വളരെ കാര്യക്ഷമമായി തന്നെ ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തു നിന്നൊക്കെ തന്നെ കാര്യക്ഷമമായി മാറ്റി പാർപ്പിക്കുകയും ചെയ്തു. അപ്പുറത്ത് പോകാൻ വേണ്ടിയാണോ? ബുദ്ധിമുട്ടാ? ചേട്ടാ, ഇവിടെ വെള്ളം നല്ല മഴയാ? നല്ല മഴയായിരുന്നു. വണ്ടി വെള്ളത്തിൽ കിടപ്പുണ്ട്. ബസ്സൊന്നും പോകാൻ പറ്റുകയില്ല. യാത്രക്കാർ ബുദ്ധിമുട്ട് എന്തായാലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ട്. പ്രത്യേകിച്ച് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തന്നെ കളക്ടർ ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നേരത്തെ ആദ്യം കാഞ്ഞിരപ്പള്ളി, മീനച്ചിൽ താലൂക്കുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരുന്നെങ്കിലൂടെ പിന്നീട് ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ മാറുകയായിരുന്നു. നമ്മൾ വളരെയധികം ജാഗ്രത പാലിക്കണമെന്ന് പറയുമ്പോഴും ആ കുഞ്ഞിനോടൊപ്പം അമ്മ നടന്നു പോകുന്നത് കാണുമ്പോൾ സത്യത്തിൽ ഭയം തോന്നുന്നു. പുഴയും റോഡും തിരിച്ചറിയാനാകാത്ത വിധം, കുഴിയുണ്ടോ എന്നൊന്നും അറിയാത്ത വിധത്തിൽ വെള്ളം അങ്ങനെ പരന്നൊഴുകുന്ന ഒരു പ്രദേശവുമാണ്. തീർച്ചയായും കണ്ടു നിൽക്കുമ്പോൾ നമുക്ക് തന്നെ പേടി തോന്നുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളാണ്. കാരണം വലിയ രീതിയിലുള്ള ഒഴുക്ക് ഈ ഭാഗത്തുണ്ട്. അപ്പോഴാണ് അവർ ഒന്നിച്ച് ഇത്തരത്തിൽ പോകുന്നത്. മീനടം പഞ്ചായത്തിലേക്ക്, അതായത് ഈ പാലം എന്ന് പറയുന്നത് അതിരാണ്. പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെയും മീനടം പഞ്ചായത്തിൻ്റെയും അതിരാണ്. അവർക്ക് പോകേണ്ടത് മീനടത്തേക്കാണ്. പുതുപ്പള്ളിയിൽ നിന്ന് അവർ ഇപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു അവർ ഇവിടെ രാവിലെ പോയിട്ട് വന്നതാണ്. അവരാണിപ്പോൾ മീനടത്തേക്ക് പോവുകയാണ്. കാര്യമേ പറയാനുള്ളൂ. അത്യാവശ്യമില്ല എങ്കിൽ ദയവ് ചെയ്ത് പുറത്തിറങ്ങി ഇത്തരം സാഹചര്യങ്ങളിൽ വളരെ ദുരിതപൂർണമായ ഈ സാഹചര്യങ്ങളിൽ പുറത്തിറങ്ങി സ്വയം സുരക്ഷയ്ക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കരുത് എന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത്.